ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാര്യം എൻ്റെ കയ്യിലുള്ള ഹോണ്ടയുടെ വണ്ടികളെല്ലാം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. എല്ലാ വണ്ടികളും അല്ല, കുറച്ച് വണ്ടികൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി 98 ഹോണ്ട പ്രില്യൂഡ്. അപ്പോൾ ഇത് ഒരെണ്ണം എനിക്കിത് കുറേ നാൾ മുമ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഹോണ്ട വണ്ടികളുടെ കളക്ഷൻ ഉള്ള കാരണം ഞാൻ കളക്ഷനിലേക്ക് ഞാൻ വെച്ചു. പിന്നെ എനിക്ക് ഈ അടുത്ത് പോയപ്പോൾ ഒരെണ്ണം കൂടെ കിട്ടി. അപ്പോൾ ഞാൻ വിരിച്ച് ഒരെണ്ണം അൺബോക്സ് ചെയ്യാന്ന്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൽ മോശമായിട്ടുള്ള കാർഡ് അൺബോക്സ് ചെയ്യാനാണ് നല്ലത്. നമ്മൾ കളക്ഷനിൽ എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള കാർഡ് വെക്കാനാണ് നല്ലത്. ഇതിൽ പക്ഷേ ഏതായാലും 2 കാർഡും നല്ല ക്ലീൻ ആണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ചതവ് പോലെ ഉണ്ട്. നമുക്ക് ഈ കാർഡ് അൺബോക്സ് ചെയ്യാം. നല്ലൊരു ക്ലീൻ കാസ്റ്റിംഗ് ആണ്. സൺറൂഫൊക്കെ ഉണ്ട്. അകത്തും ഡീറ്റെയിൽസ് ഒക്കെ അടിപൊളിയാണ്. ഹെഡ്ലൈറ്റൊക്കെ നല്ലതാണ്. വീൽസുമാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ സ്റ്റേജിൽ നിന്ന് വെച്ച് നോക്കാം. 98 ഹോണ്ട പ്രില്യൂഡ്. ഇത് നല്ല ക്ലീൻ കാസ്റ്റിംഗ് ആണ്. വണ്ടിയുടെ പ്രൊപ്പോർഷൻസ് ഒക്കെ ശരിക്കുള്ള വണ്ടിയുടെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വീൽസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മാച്ചിങ് ആണ്. ബാക്കിൽ ചെറിയൊരു സ്പോയിലർ പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ അവിടെയൊക്കെ നല്ല ഡീറ്റെയിൽസ് ആണ്. ഡുവൽ എക്സോസ്റ്റ് ആണ്. ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും റെഡ് കളറിലെ സീറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. പിന്നെ സൺറൂഫും ഉണ്ട്. ഓക്കെ, അടുത്തത് 88 ഹോണ്ട CRX. റിയൽ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണിത്. ഇത് ഹോണ്ട സീരീസിലെ 5ാമത്തെ വണ്ടി. ഇത് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നു ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വീൽസിലെ പെയിൻ്റൊക്കെ ഇളകി തുടങ്ങി, മങ്ങി തുടങ്ങി. പക്ഷേ ഇതിപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടായിരിക്കണേ. അപ്പോൾ നിങ്ങളൊരു കളക്ടർ ആണെങ്കിൽ അൺബോക്സ് ചെയ്യാതെ വെക്കണതാണ് നല്ലത്. 2 കിട്ടുവാണെങ്കിൽ ഒരെണ്ണം അൺബോക്സ് ചെയ്യാം. ഇതുപോലെ നമുക്ക് കണ്ട് കൊതിയൊക്കെ തീർക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത വണ്ടി നോക്കാം. 2018 ഹോണ്ട സിവിക് ടൈപ്പ് ആർ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനൊരു ഹോണ്ട സിവിക് ഫാനാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ തന്നെ റെഡ് കളർ ഉണ്ട്. അപ്പോൾ ഇത്ര നാൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഒരെണ്ണം ഉണ്ടായുള്ളൂ. അതാണ് ഞാൻ ഇത് ഇത്ര നാൾ അൺബോക്സ് ചെയ്യാതെ വെച്ചത്. പക്ഷേ എനിക്ക് ഈ അടുത്ത് ഒരു ബ്ലാക്കും കൂടെ കിട്ടി. ഞാൻ വിചാരിച്ചു ഒരെണ്ണം അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാർഡ് നല്ല കണ്ടീഷനിലാണ്, നല്ല ക്ലീനാണ്. ഇതിൽ കുറച്ച് വളവും ചതവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ തുറക്കാം. നൈസാണ്. ഇവിടെ ഈ ഹോണ്ടയുടെ ലോഗോ ഒക്കെ നോക്കൂ, നല്ല ഡീറ്റെയിൽ ഉണ്ട്. ഫ്രണ്ടിലും അങ്ങനെ തന്നെ റെഡും ബ്ലാക്കും സൈഡ് ബൈ സൈഡ്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ബ്ലാക്ക് തന്നെയാണ് ഇഷ്ടം, രക്ഷയില്ല. നമുക്ക് സ്റ്റേജിലും കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഹോണ്ട സിവിക് ടൈപ്പ് ആർ. എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുൾ ബ്ലാക്ക് കളറും പിന്നെ അടിയിലൊക്കെ ഫുൾ റെഡ് കളറുമാണ്. വീൽസിലും റെഡ് കളറിലൊരു റിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഡീറ്റെയിൽസ് ആണ് ഒരു രക്ഷയില്ലാത്തത്. ഹോണ്ടയുടെ ലോഗോ ഒക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ അവിടം കൊണ്ടൊന്നും എൻ്റെ ഹോണ്ട സിവിക്കിൻ്റെ പ്രാന്ത് അവസാനിച്ചില്ല. ഞാൻ ഇപ്പോൾ പോത്തീസിൽ പോയപ്പോൾ മേജറിട്ട് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൻ്റെയും ഒരു ഹോണ്ട സിവിക് കണ്ടു. പിന്നെ അതിനെയും പൊക്കി. ഈ സീരീസിലെ വേറെ വണ്ടികളാണ് ഇതൊക്കെ.
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്തെങ്കിലുമൊക്കെ മൂവിങ് പാർട്സിൻ്റെ ഡോറ് തുറക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഹോണ്ട സിവിക്കിൻ്റെ ഡോറ് തുറക്കാൻ പറ്റും. 300 രൂപയാണ് ഇതിന്. നല്ല സിൽവർ കളറാണ്. പക്ഷെ എനിക്ക് എൻ്റെ വീൽസ് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടെ ലോ പ്രൊഫൈൽ വീൽസ് കൊടുക്കായിരുന്നു. ഏതായാലും ഇവനെ തുറന്നു നോക്കാം. തുറന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെയല്ല, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. രക്ഷയില്ല കേട്ടാ. എനിക്ക് ഇതിനേക്കാളും ഹോട്ട് വീൽസിൻ്റെ കാസ്റ്റിങ്ങിനേക്കാളും ഇതാണ് നല്ലത്. വാവ്, ആകെ ആ വീൽസ് മാത്രമേ ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ സസ്പെൻഷനും വർക്ക് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്, അതും നല്ലൊരു കാര്യമാണ്. ഡോറും തുറന്നു നോക്കാം. അകത്ത് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അടിപൊളി. ഇതിൽ വേറൊരു കാര്യം, ഈ വണ്ടിയുടെ സ്പെക്സ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് 4 സിലിണ്ടർ വണ്ടിയാണ്, 320 ഹോഴ്സ് പവർ ആണ്. പിന്നെ ടോപ്പ് സ്പീഡ് എഴുതിയേക്കുന്നത് 270 km/h. അടിപൊളി. ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാന്ന് തോന്നണോ ഇത്. ഇതിലും കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. റബ്ബർ വീൽസ് അല്ല, പ്ലാസ്റ്റിക് വീൽസ് ആണ്. ഓക്കെ, സ്റ്റേജിലും കൂടെ ഒന്ന് വെച്ച് നോക്കാം. മേജറിറ്റിൻ്റെ ഹോണ്ട സിവിക്കും ഹോട്ട് വീൽസിൻ്റെ ഹോണ്ട സിവിക്കും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ട് വീൽസിൻ്റെ വണ്ടിയിലായിരുന്നു പ്രൊപ്പോർഷൻസ് എല്ലാം കറക്റ്റ്. അതായത് ശരിക്കുള്ള വണ്ടിയായിട്ട് കൂടുതൽ സാമ്യം ഹോട്ട് വീൽസിൻ്റെ വണ്ടിക്കായിരുന്നു. മേജറിറ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബാക്കിലെ എക്സോസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, 3 എക്സോസ്റ്റ് ഉണ്ട്. ടെയിൽ ലൈറ്റും ഒക്കെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആണ്. പക്ഷെ വീൽസ് അവർ ബോറാക്കി കളഞ്ഞു. എനിക്ക് വീൽസ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ബോണറ്റിൻ്റെ അവിടെ ബ്ലാക്ക് കളറിലൊരു പീസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഡീറ്റെയിൽ ആണ്. ഓക്കെ, അങ്ങനെ എൻ്റെ ഹോണ്ട കളക്ഷൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. ഹോട്ട് വീൽസ് പ്രാന്ത് എന്നാണ് പേജിൻ്റെ പേര്. ഓക്കെ, താങ്ക് യു ഗൈസ്.